സ്ത്രീയുടെ നിയമപരമായ നിർവചനം സംബന്ധിച്ച് സുപ്രധാന വിധിയുമായി UK സുപ്രീം കോടതി. സ്ത്രീ എന്ന വിശേഷണത്തിൽ ട്രാൻസ്ജെൻഡർ സ്ത്രീകളെ ഉൾപ്പെടുത്താനാവില്ലെന്ന് വിധിയിൽ പറയുന്നു. 2010 സമത്വ നിയമവും ട്രാൻസ്ജെൻഡർ സ്ത്രീകൾക്കുള്ള സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് വർഷങ്ങളായി നടന്നിരുന്ന കേസിലാണ് വിധി വന്നിരിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ വിധി ആശങ്ക സൃഷ്ടിക്കുമെന്നും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. UKയിലെ ലിംഗ അംഗീകാര നിയമങ്ങൾ മാറ്റിയെഴുതണമെന്ന ആവശ്യവും ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. സ്ത്രീ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ജൈവിക ലിംഗമാണെന്നും ജെൻഡർ ഐഡന്റിറ്റി അല്ലെന്നുമാണ് കോടതി വിധി. സ്ത്രീ എന്ന വിശേഷണത്തിൽ നിന്ന് ട്രാൻസ്ജെൻഡർ വ്യക്തികളെ ഒഴിവാക്കിയതിന് കാരണം ഇതാണെന്നും കോടതി അഭിപ്രായപ്പെടുന്നു. 2010 തുല്യതാ ആക്ട് പ്രകാരം സ്ത്രീ പുരുഷൻ എന്നിങ്ങനെ 2 ലിംഗം മാത്രമേ ഉള്ളൂ എന്നതാണ് വിധിയിലെ പ്രധാന നിരീക്ഷണം. സ്ത്രീ പുരുഷൻ എന്നതിനെ ജീവശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വേർതിരിക്കാൻ കഴിയൂ. ജൈവികം എന്നൊരു പ്രത്യേക നിരീക്ഷണത്തിന്റെ ആവശ്യമില്ല. ജെൻഡർ തിരിച്ചറിയൽ കാർഡിന്റെ അടിസ്ഥാനത്തിലല്ലാതെ തന്നെ 2010 ആക്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സംരക്ഷണം നൽകുന്നുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ലോർഡ് ഹോഡ്ജ്, ലേഡി സിംലർ, ലേഡി ഹോഡ്ജ് എന്നിവർ സംയുക്തമായി പുറപ്പെടുവിച്ച വിധിയെ മറ്റു ജഡ്ജിമാരും അനുകൂലിച്ചു. ബോർഡുകളിലെ സ്ത്രീകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി സ്കോട്ടിഷ് ഗവൺമെന്റ് തയ്യാറാക്കിയ നിയമമാണ് ഈ കേസിന്റെയും ആധാരം. ജന്മനാ തന്നെ സ്ത്രീലിംഗത്തിൽ ജനിക്കുന്നവർക്ക് മാത്രമേ സ്ത്രീകൾക്കുള്ള ആനുകൂല്യങ്ങൾ നൽകാനാവൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2018 ആരംഭിച്ച നിയമ പോരാട്ടത്തിലാണ് UK സുപ്രീം കോടതിയുടെ നിർണായക തീരുമാനം. സ്കോട്ട്ലൻഡിൽ നിന്നുള്ള ഒരു കൂട്ടം പ്രവർത്തകരാണ് കോടതിയെ സമീപിച്ചിരുന്നത്. ലിംഗ തിരിച്ചറിയൽ കാർഡുള്ള ട്രാൻസ്ജെൻഡറിനെ സ്ത്രീയായി പരിഗണിക്കുമെന്നായിരുന്നു സ്കോട്ടിഷ് ഗവൺമെന്റിന്റെ നിലപാട്. വിധിയിൽ പലയിടത്തും ജഡ്ജിമാർ തമ്മിൽ വിയോജിപ്പുകൾ ഉണ്ടായെങ്കിലും സ്ത്രീ എന്ന പദം ഉപയോഗിക്കുമ്പോൾ അതൊരു ജൈവശാസ്ത്രപരമായ സ്ത്രീയെയാണ് സൂചിപ്പിക്കുന്നതെന്നും ലൈംഗികത എന്നാൽ ജൈവിക ലൈംഗികതയാണെന്നുമുള്ള നിലപാടിൽ എല്ലാവരും ഒന്നിച്ചു. ഒരിടമോ സേവനമോ സ്ത്രീകൾക്ക് മാത്രമായി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷനായി ജനിച്ച് സ്ത്രീയായി ജീവിക്കുന്ന ഒരാൾക്ക് ആ ഇടമോ സേവനമോ ഉപയോഗിക്കാൻ അവകാശമില്ലെന്നും വിധി വ്യക്തമാക്കുന്നു. അതേസമയം സുപ്രീം കോടതി വിധി ഏത് തരത്തിൽ നേരിടേണ്ടി വരുമെന്നതിൽ വിശദമായി പരിശോധന ആവശ്യമാണെന്ന് ട്രാൻസ് അവകാശ പ്രവർത്തകരുടെ നിലപാട് പറയുന്നു. വിധി ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് സ്കോട്ടിഷ് സർക്കാരും ചൂണ്ടിക്കാട്ടുന്നു. വിഷയത്തിൽ UK സർക്കാരുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുമെന്നും അധികൃതർ പറഞ്ഞു. നിയമവ്യവസ്ഥകളെ വിധി കൃത്യമായി പരിഗണിക്കുമ്പോൾ പ്രായോഗികത സംബന്ധിച്ച് വ്യക്തതയില്ലെന്നതാണ് മറ്റൊരു വാദം.